ഇനി വയനാട് പനമരത്ത് പഞ്ചായത്ത് അംഗത്തിന് മർദ്ദനമേറ്റു. ബെന്നി ചെറിയാനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPM DYFI പ്രവർത്തകരാണെന്ന് ബെന്നി ചെറിയാൻ ആരോപിച്ചു. പനമര ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും അനധികൃത നിയമനത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നു CPM DYFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. ഞാൻ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ സൂപ്രണ്ടിനാണ് പോലീസ് സൂപ്രണ്ടിന് ഇവരുടെ എല്ലാം പേരെഴുതി കൃത്യമായിട്ട് ഞാൻ പരാതി നൽകിയിരുന്നു. എനിക്ക് വധഭീഷണിയുണ്ട്. പഞ്ചായത്തിൽ പോലും വന്നിട്ട് ഭീഷണി മുഴക്കുന്നൊരവസ്ഥയുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഈ പരാതി? ഈ ബെന്നി ചെറിയാൻ ഏത് പാർട്ടിക്കാരനാണ്? സുർജിത്ത്. റിജിത്ത്, ഇദ്ദേഹം LDFന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് UDFന് അനുകൂലമായി നിലപാടെടുത്തു. മാത്രമല്ല, പനമരം പഞ്ചായത്തിലെ ഭരണത്തെ മാറ്റുന്ന വിധത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്ന വിധത്തിൽ അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹത്തിന് ആക്രമണത്തിന് ഇരയായത് രാത്രി 8 മണിയോടെയാണ് ഉണ്ടായത്. ഫോൺ ചെയ്യുന്നതിനിടെ പനമരം ടൗണിൽ വെച്ചാണ് പ്രകോപനമില്ലാതെ ഒരു സംഘം ആയുധവുമായി എത്തി ആക്രമിച്ചു എന്നുള്ള പരാതിയാണ് ബെന്നി ഉന്നയിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ DYFIയുടെയും CPMന്റെയും പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പഞ്ചായത്തിൽ ഭരണമാറ്റം, ആസിയ ടീച്ചറായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ആ ഭരണമാറ്റത്തിലേക്ക് നയിച്ചത് ഇദ്ദേഹം എടുത്ത നിലപാടാണ്. ഇതേ തുടർന്നാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇടതുപക്ഷ അംഗമായിരുന്ന ബെന്നി ചെറിയാന്റെ വോട്ട് മൂലമാണ് അവിടെ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബെന്നി ചെറിയാന്റെ ആരോപണം. ഒരു കൂട്ടം ആളുകൾ വന്ന് ആക്രമിക്കുകയായിരുന്നു. DYFIയുടെയും CPIMന്റെയും പ്രവർത്തകരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബെന്നി ചെറിയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നടക്കാനിരിക്കുകയാണ്. 29-നാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ബെന്നി ചെറിയാനെതിരെ ഉണ്ടായിരിക്കുന്നത്. DYFIയുടെയും CPMന്റെയും പ്രവർത്തകരാണെന്നുള്ള ആരോപണമാണ് ബെന്നി ചെറിയാൻ ഉന്നയിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.